Namaskaram my dear ones, this is Nishant Raghunath here and welcome to a new video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് is a very easy and interesting topic when it comes to total income calculation, and that is set off and carry forward of losses. അപ്പോൾ before we proceed on with our book, ഞാൻ ഇതിന്റെ കഥ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ഈ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസിന്റെ കഥ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദ ബുക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്? സേ ദിസ് ഈസ് മിസ്റ്റർ അജയ്. Ajay has 3 businesses. Okay, Ajay Limited in 3 businesses. Ajay has 3 businesses. So one is dealing in textiles, other is dealing in say footwear, and other is dealing in say furniture. Okay, spelling it, but furniture. Okay, so textiles business Karinyavallam, they made a profit of 10 lakhs. Footwear business Karinyavallam made a profit of say 40 lakhs. Furniture business made a loss of 20 lakhs. അപ്പോൾ PGBP റൂൾസ് പ്രകാരം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ടെക്സ്റ്റൈൽസിൽ 10 ലക്ഷം പ്രോഫിറ്റ്, ഫുട്വെയറിൽ 40 ലക്ഷം പ്രോഫിറ്റ്, ഫർണിച്ചറിൽ 20 ലക്ഷം ലോസ്. ടാക്സ് വേണമല്ലോ, ഇൻകം അല്ലേ? ഇവിടെ ടാക്സ് വേണ്ട, ശരിയല്ലേ? ഇൻകം ടാക്സ് പക്ഷെ അതേസമയം എന്താ പറയണമെന്ന് അറിയോ? നിങ്ങൾ അങ്ങനെ ടാക്സ് പേ ചെയ്യണ്ട. നിങ്ങൾക്കിപ്പോൾ ഇത് രണ്ടും പ്രോഫിറ്റ് ഉണ്ട്, ഇവിടെ ലോസും ഉണ്ട്. ഈ ലോസിനെ ഈ പ്രോഫിറ്റായിട്ട് സെറ്റ് ഓഫ് ചെയ്തോളൂ. പിന്നെ സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 50 lakhs, ആ ടോട്ടൽ ലോസസ് 20 lakhs. സെറ്റ് ഓഫ് ചെയ്യും, ബാക്കി 30 lakhs ഇതിന് മാത്രം ടാക്സ് പേ ചെയ്യും. അതാണ് ഈ സെറ്റ് ഓഫ് എന്നുള്ള പരിപാടി. ഓക്കെ, ചിലപ്പോൾ സെറ്റ് ഓഫിന് ചെറിയ വേറെ രൂപത്തിൽ വരാം. സോ ഇമാജിൻ ഇവിടെ 20 lakhs അല്ല, മറിച്ച് ഇവിടെ 70 lakhs ലോസ് ഓഫ് ഫർണിച്ചറിൽ വന്നത്. അങ്ങനെ ഞാൻ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കംപ്ലീറ്റ് ഈ 50 ലക്ഷം മൊത്തം സെറ്റ് ഓഫ് ചെയ്ത് കളയാനുള്ള ലോസ് ആയില്ലേ, അല്ലേ? സ്റ്റിൽ നമുക്ക് 20 lakh ലോസ് മിച്ചം ബാക്കിയുണ്ട്, അല്ലേ? 50 ലക്ഷം പ്രോഫിറ്റ്, അതിന് 70 ലക്ഷം ലോസ്, സെറ്റ് ഓഫ് 70 ലക്ഷം ലോസ് മിച്ചമുണ്ട്. അജയ്ക്ക് അതേസമയം say Ajay has capital gains from selling shares ഒരു capital gains കിട്ടി ഒരു 42 lakhs. ആ 42 lakhs ഈ 20 lakhs സെറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായോ? ആ 42 lakh ഈ 20 lakhs സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയായി? 22 lakhs. ഇതിന് ടാക്സ് പേ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. മനസ്സിലായോ? സോ നമ്മൾ ആദ്യം ചെയ്തത് ഇത് മൂന്നും എന്ത് ഹെഡാ? PGBP എന്നുള്ളൊരു ഹെഡാണ്, അല്ലേ? ഒരു ഹെഡിന്റെ അകത്ത് പല സോഴ്സസ്, ഒരു ബിസിനസ്, രണ്ടാമത്തെ ബിസിനസ്, മൂന്നാമത്തെ ബിസിനസ്, ഈ മൂന്നും ഈ PGBP എന്നുള്ള ഹെഡിലെ പല സോഴ്സുകളാണ്, അല്ലേ? ആദ്യം നമ്മൾ ചെയ്തത് ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ്, അത് ഒരു ഹെഡിന്റെ അകത്തുള്ള സെറ്റ് ഓഫ്, ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ്, സോഴ്സുകൾ തമ്മിൽ. അതിനെ ഇൻട്രാ ഹെഡ് എന്നും വിളിക്കാം. സോഴ്സുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഇൻട്രാ ഹെഡ്, ഒരു ഹെഡിന്റെ അകത്ത്. ഇനി രണ്ടാമത് ചെയ്തത് എന്താ? PGBP എന്നുള്ള ഹെഡും ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്തു. PGBPയും ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡുകൾ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്തു. ഹെഡുകൾ തമ്മിൽ, ദാറ്റ് ഇസ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. ഓക്കെ, ഇനി സേ വാട്ട് വുഡ് ഹാപ്പൻ, സേ ഫോർ എക്സാമ്പിൾ അജയ്ക്ക് ഈ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നില്ല എന്ന് നോക്കി. ഈ 20 ലക്ഷം നഷ്ടം വെച്ചാൽ അജയ് കൊല്ലം ഇരിക്കണേ. ഇതിനെന്ത് ചെയ്യും? ഇതിനെ നെക്സ്റ്റ് പ്രീവിയസ് ഇയറിലേക്ക് കൊണ്ടുപോകും. നെക്സ്റ്റ് പ്രീവിയസ് ഇയർ പോയപ്പോൾ ഇതേപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, ഫുട്വെയർ ആൻഡ് ഫർണിച്ചർ. അജയ്ക്ക് ടെക്സ്റ്റൈൽസിൽ ലാഭം 25 lakhs, ഫുട്വെയറിൽ ലാഭം 45 lakhs, ഫർണിച്ചറിൽ ലാഭം 20 lakhs. 25 + 45 70 + 20 90 lakhs പ്രോഫിറ്റിൽ അജയ് നിൽക്കുക. ഓക്കെ, 90 lakhs പ്രോഫിറ്റിലാണ് അജയ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ 90 lakhs പ്രോഫിറ്റിൽ നിന്നും കഴിഞ്ഞ കൊല്ലത്തെ ലോസ് ഈ പ്രീവിയസ് ഇയറിലേക്ക് കൊണ്ടുവന്നില്ലേ, നെക്സ്റ്റ് പ്രീവിയസ് ഇയറിലേക്ക് കൊണ്ടുവന്നില്ലേ, അതിവിടെ സെറ്റ് ഓഫ് ചെയ്യാം. 70 lakhs ടാക്സ് അടച്ചാൽ മതി. Now this procedure of taking loss from one previous year to next previous year, ഈ പ്രൊസീജിയറുടെ പേരാണ് carry forward of losses. Now this is the final step. അതായത് set off and carry forward is a final step in order to find your gross total income. ഇപ്പം നമ്മൾ അവിടെ 5 ഹെഡ് എടുക്കുമ്പോൾ സാലറീസ്, ഹൗസ് പ്രോപ്പർട്ടി,
PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്, ഇത് എടുക്കുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വരുന്ന ക്ലബിങ്ങും ചെയ്യണം, അതിൻ്റെ കൂടെ വരുന്ന സെറ്റ് ഓഫോ ക്യാരി ഫോർവേഡ് സെറ്റ് ഓഫോ ഉണ്ടെങ്കിൽ അതും ചെയ്യണം. ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് ആജയ്ക്ക് 3 ബിസിനസ് ഉണ്ട്. PGP കണ്ടുപിടിക്കുമ്പോൾ സെറ്റ് ഓഫ് ഒക്കെ ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്തേ പറ്റൂ. ക്ലബിംഗ് ഉണ്ടോ, ക്ലബിംഗ് ഉണ്ടെങ്കിൽ ക്ലബിംഗ് ചെയ്തേ പറ്റൂ. ഇതെല്ലാം ചെയ്തിട്ടേ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ എത്താൻ പറ്റും. സോ അവിടെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതിന് ഇവിടുത്തെ സെക്ഷൻസ് വരുന്നത് 72 നമുക്ക് പഠിക്കാൻ 72, 74A വരെ എന്തുണ്ടെന്ന് തോന്നണം. എല്ലാം ഒന്നും കുത്തിരുന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കംപ്ലീറ്റ് ചാപ്റ്ററിനെ 2-3 ടേബിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ ടേബിൾസിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഇതിലെവിടെയാണ് പ്രശ്നം വരണതെന്നറിയോ? നമ്മൾ ക്ലബിംഗ് പറഞ്ഞ പോലെ എല്ലാ ഇൻകംസും ക്ലബ് ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞ പോലെ ഓൾ ലോസസ് cannot be set off. ചുമ്മാ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, അജയ്ക്ക് ഇവിടെ 4ാമതൊരു ബിസിനസ് ഉണ്ടായിരുന്നു വയ്ക്കും. ആൻഡ് ദാറ്റ് ബിസിനസ് ഇസ് എ 4-star ഹോട്ടൽ. 4-star ഹോട്ടൽ. അതിൽ നിന്ന് ലോസ് വന്നു ഒരു 10 lakhs. അതിൽ നിന്ന് ലോസ് വന്നു 10 lakhs. ഈ 10 lakhs ഇവിടെ പ്രോഫിറ്റ് 140 lakhs ആയിരുന്നു ചോദിക്കുക. 140 + 10 150 lakhs അല്ല പ്രോഫിറ്റ്. 150 70 കളഞ്ഞാൽ നമുക്ക് എന്തുണ്ട് ഇവിടെ? 80 lakhs പ്രോഫിറ്റ് ഇപ്പോഴുണ്ട്. 80 lakhs പ്രോഫിറ്റ് 10 lakhs പ്രോഫിറ്റ് സെറ്റ് ഓഫ് ചെയ്യാലോ, അല്ലെ? 10 lakhs പ്രോഫിറ്റ് സെറ്റ് ഓഫ് ചെയ്യാലോ. കാരണം ആവശ്യത്തിനുള്ള ലാഭം ഉണ്ടല്ലോ. ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഈ 4-star ഹോട്ടൽ എന്നുള്ളത് പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സെക്ഷൻ 35AD സ്പെസിഫൈഡ് ബിസിനസ് അല്ലേ? സ്പെസിഫൈഡ് ബിസിനസിന്റെ ലോസ് ഒരു കാരണവശാലും സാധാരണ ബിസിനസ്സുകളുടെ പ്രോഫിറ്റെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെ കുറെ കൊനസ്റ്റുകളുണ്ട്. അതായത് സ്പെസിഫൈഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഞാൻ അപ്പം ക്ലാരിറ്റി കൺഫ്യൂഷൻ ആവും. certain losses cannot be set off. ആ certain ലോസുകൾ ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് സ്റ്റഡി. ജനറലി നമുക്ക് എല്ലാ ലോസും സെറ്റ് ഓഫ് ചെയ്യാന്നുള്ളത് മനസ്സിൽ വെക്കുക. ഇനി ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് വരുമ്പോൾ, അതായത് ഒരു ഹെഡിന്റെ അകത്തുള്ള സെറ്റ് ഓഫ് ഇൻട്രാ സോഴ്സ് സെറ്റ് ഓഫ് വരുമ്പോൾ, ഇപ്പൊ നമ്മളുണ്ടോ അല്ലേ ആ സ്പെസിഫൈഡ് ബിസിനസ് സെറ്റ് ഓഫ് വരുമ്പോൾ എന്തൊക്കെ പറ്റില്ല? ദ ഫോളോയിങ് റെസ്ട്രിക്ഷൻസ് ആർ ആപ്ലിക്കബിൾ. സ്പെക്കുലേഷൻ ബിസിനസ് ഉണ്ടോ? അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിംഗും ഡെറിവേറ്റീവ്സ് അങ്ങനത്തെ പരിപാടിയില്ലേ, വേറെ യു ഡു നോട്ട് ഗെറ്റ് ആക്ച്വൽ ഡെലിവറി, അങ്ങനത്തെ സാധനം. സ്പെസിഫൈഡ് ബിസിനസ് 4-star ഹോട്ടലിൽ ലോസ് ഉണ്ടോ? അത് സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ PGBPയിൽ 2 റെസ്ട്രിക്ഷൻ. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടോ? അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രം. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഹെഡിൻ്റെ അകത്താണല്ലോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും വരുന്നത്. ഒരേ ഹെഡിൻ്റെ അകത്താണല്ലോ, ക്യാപിറ്റൽ ഗെയിൻ ഒറ്റ ഹെഡിൻ്റെ അകത്താണല്ലോ. ഇവരെ രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ സെറ്റ് ഓഫ് ചെയ്യാം. ഒരു പ്രശ്നമില്ല. ലോങ് ടേം ക്യാപിറ്റൽ ലോസിന്റെ പ്രശ്നം. ഓക്കെ, ഷോർട്ട് ടേമിനല്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആരായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? രണ്ടുമായിട്ടും പോകും. പക്ഷെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഓൺലി വിത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, വേറെ ഒന്നുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ്റെ കണ്ടു. അപ്പൊ നമ്മൾ ഈ പോകുന്ന ഹെഡ്സിന്റെ ഓർഡറിലാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാലും PGBP ഒട്ടാ തുടങ്ങി. ഹൗസ് പ്രോപ്പർട്ടിയുടെ കണ്ടില്ല. ഹൗസ് പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ ഹെഡിന്റെ അകത്ത് 5-8 വീടുണ്ട്. എല്ലാ വീടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റ് ഔട്ട്, സെൽഫ് ഓക്യുപ്പൈഡ്, എന്തൊക്കെ ലോസോ പ്രോഫിറ്റ് ഉണ്ട് എല്ലാം അങ്ങോട്ട് ഇവിടെ സെറ്റ് ഓഫ് ചെയ്യാം. ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇനി ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോസുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോസ്, ആക്ടിവിറ്റിയിൽ നിന്ന് വരുന്ന ലോസ്, അത് ആ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ലോട്ടറി, കാർഡ് ഗെയിംസ്, ക്യാഷ്വൽ ഇൻകംസ് ഒരു സെറ്റ് ഓഫ് അനുവദനീയമല്ല. ലോസ് ഫ്രം സോഴ്സസ് എക്സെപ്റ്റഡ്, നോട്ട് അലൗഡ് ടു സെറ്റ് ഓഫ്. അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ലോസ് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കുന്നതല്ല. ഒരു കാര്യം ഓർക്കുക, ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ 5ന്റെ അടിയിലൂടെ നിങ്ങൾക്ക് ഒരു സാധനം എഴുതാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഫ്രം വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് നമ്മുടെ ക്രിപ്റ്റോ കറൻസി, അതിനും നോ സെറ്റ് ഓഫ് അലൗഡ്. ക്രിപ്റ്റോ കറൻസി അത് സെക്ഷൻ 115BBH എന്ന് പറയുന്ന ലോസിനും ഒരു സെറ്റ് ഓഫ് അനുവദനീയമല്ല. ഇതേപോലെ തന്നെ അതിന് നഷ്ടമായ നഷ്ടങ്ങൾ സഹിച്ചോ, ക്യാരി ഫോർവേഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ലോട്ടറി, കാർഡ് ഗെയിംസ്, ഓൺലൈൻ ഗെയിംസ്, ക്രിപ്റ്റോ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഒന്നിനും ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഒരു ഹെഡിന്റെ അകത്ത് തന്നെ പറ്റില്ല. ഇപ്പോൾ സീറ്റ് ലൈക്ക് ദിസ്, ഇൻട്രാ ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിന്റെ അകത്തുള്ള കോമ്പറ്റീഷൻ. ഈ 6 പിള്ളേരെ സ്പെഷ്യലായിട്ടാണ് ക്ലാസ് റൂമിന്റെ അകത്ത് കോമ്പറ്റീഷന് വെച്ചത്. അപ്പോൾ ഈ 2 പിള്ളേരെ കോമ്പറ്റീഷൻ അനുവദിച്ചു. പക്ഷെ അവരുടെ തോറും നിങ്ങൾ നിങ്ങളുടെ ബെഞ്ചിലുള്ളവരുടെ കൂടെ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുടെ റോളുള്ളവരുടെ കൂടെ മാത്രമേ കമ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ 4 പേരെ നിങ്ങൾ നിങ്ങളുടെ റോൾ ആരായിരിക്കണേ അവരോട് മാത്രമേ കമ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ.
ഇനി ക്ലാസ്സുകൾ തമ്മിലുള്ള കോമ്പറ്റീഷന് പോവുക. ക്ലാസ്സുകൾ തമ്മിൽ ക്ലാസ് റൂം 1 ആൻഡ് ക്ലാസ് റൂം 2. ഇവർ 4 കുറുമ്പന്മാരായ കാരണമാണ് അവരുടെ റോളുള്ളവരോട് മാത്രം കമ്പീറ്റ് ചെയ്യിച്ചത്. കാരണം പ്രശ്നമാണ് അവരെ പുറത്ത് വേറെ ആരോട് വഴക്കടിയും. റോളുള്ളവർ ഫ്രണ്ട്സാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നണ്ടോ ഇവരെ ക്ലാസ് റൂം തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇവർ ഇറക്കുന്ന ക്ലാസ് ടീച്ചർ ഇറക്കുന്നത്? കാരണം ക്ലാസ് ടീച്ചർ പേടിയായിരിക്കില്ല. കാരണം ഇറങ്ങി അപ്പം പ്രശ്നം ഉണ്ടാകുമാർ അല്ലേ? ഇപ്പം എന്തായാലും ഒതുക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടുള്ള കാര്യം ഇവരെ ക്ലാസ് റൂമിലെ കൂടെ ഉള്ളവരോട് മാത്രമേ കമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. വേറെ ആരുടെയും കൂടെ ക്ലാസ്സിലുള്ളവരോട് തന്നെ വേറെ ആരും കൂടെ സമ്മതിക്കില്ല എന്നുള്ളത് കണ്ടു. ഉദാഹരണത്തിന് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അവൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. സമ്മതിച്ചോ? ഇല്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോട് മാത്രമേ സമ്മതിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നണ്ടോ ഇവരെ വേറൊരു ക്ലാസ്സിലെ പിള്ളേരായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കുന്നത്, കോമ്പറ്റീഷൻ സമ്മതിക്കുന്നത്? ഇല്ലേ ഇല്ല. ഇവർക്ക് ആർക്കും തന്നെ ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് പറ്റില്ല. വേറെ ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസിന് ഒരു കാരണവശാലും വേറൊരു ഹെഡായിട്ട് ഇൻകം ഫ്രം സാലറി ആയിട്ടോ PGBP ആയിട്ടോ ഹൗസ് പ്രോപ്പർട്ടി ഇൻകോട്ടോ സെറ്റ് ഓഫ് പറ്റില്ല. ഇവരെ ക്ലാസ്സിൽ തന്നെ കമ്പീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇവരെ ക്ലാസ്സിന് പുറത്ത് വേറെ ക്ലാസ്സിട്ട് കമ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കുമോ? ഏറ്റവും കുറുമ്പൂടിയവരാണ്, സമ്മതിക്കില്ല അല്ലേ? പിന്നെ നമുക്ക് സെക്ഷൻ 71 കാണാം. സെക്ഷൻ 71 പറഞ്ഞു ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. അത് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും ചെയ്യാം, പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് ഉണ്ടെങ്കിൽ വേറൊരു ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 2 ലക്ഷം വരെ പറ്റും. അപ്പോൾ ശരി, ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് 4.2 ലക്ഷം ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടിൻ്റെ ലോസ്. എനിക്ക് സാലറി ഇൻകം ഉണ്ട് 5 ലക്ഷം. ഈ 5 ലക്ഷത്തിൽ നിന്ന് ഈ 4.2 ലക്ഷം ലോസ് സെറ്റ് ഓഫ് ചെയ്യാം, പക്ഷെ മാക്സിമം അപ് ടു 2 ലാക്സ്. ബാക്കി 3 ലക്ഷം ഞാൻ ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി 4.2 നിന്ന് 2 എടുത്ത് കളഞ്ഞാൽ ഒരു 2.2 ലക്ഷം ലോസ് ഇല്ലേ ഹൗസ് പ്രോപ്പർട്ടിയിൽ മിച്ചം? ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ അടുത്തോളത്തേക്ക്. ബിസിനസ് PGBP ലോസ് ഉണ്ടെങ്കിൽ അത് ഏത് ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? എക്സെപ്റ്റ് സാലറി. ഇനി നേരത്തെ കണ്ട കുറുമ്പന്മാരുടെ ലിസ്റ്റ് ഒരാളായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് മൊത്തം തന്നെ വേറെ ആരായിട്ട് സമ്മതിക്കില്ല. നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ കണ്ടു. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഓൺലി വിത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വിത്ത് ബോത്ത് ലോങ് ടേം ഗെയിൻ ആൻഡ് ഷോർട്ട് ടേം ഗെയിൻ ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരെയും ഹെഡിന്റെ പുറത്തേക്ക് ഇറക്കാൻ സമ്മതിക്കില്ല. ഹെഡിന്റെ അകത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ, ഇന്റർ ഹെഡ് ഇല്ല. ഓക്കെ, സംഗതി മനസ്സിലായല്ലോ? അപ്പോൾ ഇന്റർ ഹെഡ് പഠിക്കുമ്പോൾ ഇത്ര ഹൗസ് പ്രോപ്പർട്ടിയെ ഏത് ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? മാക്സിമം അപ് ടു 2 ലാക്സ്. ബിസിനസ്സിനെ ഏതായിട്ട് ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? എക്സെപ്റ്റ് സാലറി, ബട്ട് ലിമിറ്റ് ഒന്നുമില്ല, എത്ര സെറ്റ് ഓഫ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻസിന്റെ ലോസിനെ പുറത്തായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്പെക്കുലേഷൻ ബിസിനസ്, സ്പെസിഫൈഡ് ബിസിനസ്, മെയിൻറ്റെയിനിങ് റൈസോഴ്സ്, കാർഡ് ഗെയിംസ്, എക്സിമിറ്റ് സോഴ്സ്, ഇതൊന്നും സെറ്റ് ഓഫിന് അനുവദനീയമല്ല. ക്ലിയർ? അപ്പം ഇതിലൊക്കെ സെറ്റ് ഓഫിന് ശേഷം മിച്ചം ഉണ്ടെങ്കിൽ, സേ എനിക്കൊരു 4 സ്റ്റാർ ഹോട്ടലുണ്ട്, എനിക്കൊരു 6 സ്റ്റാർ ഹോട്ടലുണ്ട്, 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് 2 ലക്ഷം രൂപ നഷ്ടം വന്നു, ഇതിൽ നിന്ന് എനിക്കൊരു 1 ലക്ഷം രൂപ ലാഭം വന്നു. ഒന്നും വേണ്ട, ഒന്ന് മാറ്റാം. 4 സ്റ്റാറിൽ നിന്ന് എനിക്കൊരു 5 ലക്ഷം രൂപ നഷ്ടം, 5 സ്റ്റാറിൽ നിന്ന് എനിക്കൊരു 2 ലക്ഷം രൂപ ലാഭം. അപ്പോൾ ഇത് സെറ്റ് ഓഫ് ചെയ്ത് 3 ലക്ഷം രൂപ ലോസിൽ ഞാനിപ്പോൾ നിൽക്കുക. ഹെഡിൻ്റെ അകത്ത് സെറ്റ് ഓഫ് ചെയ്തു. ഇനി ഇതിനെ പുറത്തേക്ക് ഇറക്കി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, സ്പെസിഫൈഡ് ബിസിനസ്സാണ്. ഇതിനെന്ത് ചെയ്യും? ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കൊണ്ടുപോകും. അടുത്ത കൊല്ലം സ്റ്റാർ ഹോട്ടൽ ഇൻ ബിസിനസ്സിന് എനിക്ക് ലാഭമുണ്ടോ, ആ ലാഭത്തിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്യും. അതിനാണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ അതാത് ഹെഡിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ്. അപ്പം എനിക്ക് ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് ഈ കൊല്ലം വേറെ ഏത് ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ 2 ലക്ഷം വരെ. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിലേക്ക് ക്യാരി ഫോർവേഡ് 2.2 ലക്ഷം ഉണ്ട്. ഈ 2.2 ലക്ഷം നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുപോയി, നെക്സ്റ്റ് പ്രീവിയസ് ഇയറിലേക്ക് കൊണ്ടുപോയി സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ, വേറൊരു ഹെഡായിട്ടും പറ്റില്ല. ഓക്കെ, ഇത് നോക്കിയാൽ കാണാം. ലോസ് ക്യാരി ഫോർവേഡ് എന്താണോ അത് അതാത് ഹെഡുകളിലെ അതാത് ഇൻകായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ? യെസ്. 71B പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഹൗസ് പ്രോപ്പർട്ടി പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതിന് ലോസ് റിട്ടേൺ ഇതിവിടെ കിടക്കട്ടെ, ഇത് നോക്കണ്ട. PGBPയുടെ ലോസ് ഉണ്ടെങ്കിൽ PGBയുടെ പ്രോഫിറ്റ് ആയിട്ട് മാത്രം 8 വർഷം വരെ. സ്പെക്കുലേറ്റീവ് ബിസിനസ് ആണെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് മാത്രം. ട്രേഡിംഗ് ലോസ് ആണെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. വരുന്ന കൊല്ലങ്ങളിൽ 4 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. 4 വർഷം കഴിഞ്ഞിട്ട് ലോസ് സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയി. സ്പെസിഫൈഡ് ബിസിനസ് ആയിട്ട് മാത്രം ടൈം ലിമിറ്റ് ഇല്ല. എത്ര നാൾ വേണമെങ്കിലും, ഈ TL എന്ന് പറയുന്ന ടൈം ലിമിറ്റ് ആട്ടോ, എത്ര നാൾ വേണമെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഏത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? 8 വർഷത്തേക്ക്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ പറ്റുള്ളൂ 8 വർഷത്തേക്ക്. പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച്. ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റീസോഴ്സ് എത്ര വർഷത്തേക്കാണ്? 4 വർഷത്തേക്ക്. അപ്പോൾ റീസോഴ്സിന്റെ ഇൻകത്തിൽ നിന്ന് മാത്രം, ആക്ടിവിറ്റിയിൽ നിന്ന് മാത്രം 4 വർഷത്തേക്ക്. അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ ഏത് ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യും? ഇതൊരു ബിസിനസ് ലോസ്, ഇതൊരു ഹെഡല്ല. അതുകൊണ്ട് സെക്ഷൻ 32 ബാക്കിയൊക്കെ ഉണ്ടോ 70s 30. അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ PGBP കണ്ടു. എനിക്ക് ബിസിനസ് ഇൻകം 5 ലക്ഷം, ഡിപ്രിസിയേഷൻ 8 ലക്ഷം. ഓക്കെ, ഡിപ്രിസിയേഷൻ 8 ലക്ഷം. ഇത് എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാലോ. കുറച്ച് എനിക്ക് 3 ലാക്ക് ലോസ് കാണിക്കാം. അതെ, പറ്റില്ല.
5 ലക്ഷം ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ 5 ലക്ഷം ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, ബാക്കി 0 ബിസിനസ് ഇൻകം 0 കാണിക്കുക. 3 ലക്ഷം ഡിപ്രീസിയേഷൻ അൺഅബ്സോർബ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുക. നമ്മൾ അൺഅബ്സോർബ്ഡ് എന്ന് പറയും. 3 ലക്ഷം ഡിപ്രീസിയേഷൻ അബ്സോർബ് ചെയ്യാൻ നമുക്ക് ഇപ്രാവശ്യം പ്രോഫിറ്റ് ഇല്ല. മനസ്സിലായോ? അങ്ങനെ വരികയാണെങ്കിൽ അത് വരുന്ന കൊല്ലങ്ങളിൽ നമുക്ക് കൊണ്ടുപോകാൻ ക്യാരി ഫോർവേഡ് ചെയ്യാം, ക്യാരി ഫോർവേഡ് സെറ്റ് ഓഫ് ചെയ്യാം. സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓർക്കുക, ഏത് ഹെഡും അതർ ദാൻ സാലറി. കാരണം എന്താ, ഇവിടെ നോക്കിയേ, PGBPയുടെ ഏത് ഹെഡും അതർ ദാൻ സാലറിയുടെ സെറ്റ് ഓഫ് ചെയ്യാം. കണ്ടോ? ക്ലിയർ ആയില്ലേ കാര്യം? സംഗതി ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ ഇവിടെ 8, 8, 4 നോ ടൈമിൽ 8, 8, 4 എന്നാണ്. എങ്ങനെ പഠിക്കുന്നത് അറിയോ? പൊതുവെ 8 വർഷമാണ് എപ്പോഴും. 2 കേസസിന് മാത്രം അത് വെട്ടിച്ചുരുക്കി 4 ആക്കി. ഏതാ? ട്രേഡിങ് ചെയ്യണവർക്കും കുതിര റേസോഴ്സ് മെയിൻ്റനൻസിനും അവർക്ക് വെട്ടിച്ചുരുക്കി 4 ആക്കി. 2 സ്പെഷ്യൽ കേസുകളിൽ ഇൻഫിനിറ്റ് ആക്കി, എത്ര എണ്ണം കൊണ്ടുപോയിക്കൊന്നാക്കി. ഏതാ? സ്പെസിഫൈഡ് ബിസിനസ്, 4 സ്റ്റാർ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ. സ്പെസിഫൈഡ് ബിസിനസ് ഏതൊക്കെയാണ് നമുക്ക് 35 അറിയാലോ. ഷുഗറിനുള്ള വെയർ ഹൗസിംഗ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷനുള്ള വെയർ ഹൗസിംഗ്, കോൾഡ് ചെയിൻ ഫെസിലിറ്റി, അങ്ങനെ കുറേ ഉണ്ട്. പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അഫോർഡബിൾ ഹൗസിംഗ് ലിമിറ്റഡ്, അഫോർഡബിൾ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ, അങ്ങനെ പലതും ഉണ്ട്. അവർക്കും എത്ര നാളിന് മുമ്പോട്ട് കൊണ്ടുപോകാം? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എത്ര നാളിന് മുമ്പോട്ട് കൊണ്ടുപോകാം? ഇവർക്ക് എന്താണ് എത്ര നാളെ മുമ്പോട്ട് കൊണ്ടുവന്ന് പറയുന്നത്? സ്പെസിഫൈഡ് ബിസിനസ് പറഞ്ഞാൽ നമ്മുടെ നിയമം ഒരു പ്രത്യേക അംഗീകാരം കൊടുത്ത ഒരു കാറ്റഗറിയാണ്. നാടിന് വേണ്ട കുറേ ബിസിനസ്സുകളാണ്. അങ്ങനെ തുടങ്ങുന്നവർക്ക് എത്ര കാലം വേണമെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാം. ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എത്ര കാലം മുമ്പേ മുമ്പോട്ട് പോകാം. പെട്ടെന്ന് ചോദിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലോസ് എത്ര നാൾ പറ്റും? പൊതുവേ ക്യാപിറ്റൽ ലോസ് അല്ലേ? ക്യാപിറ്റൽ ലോസ് പൊതുവേ 8 വർഷം. ഓക്കെ. സ്പെക്കുലേറ്റീവ് സ്പെഷ്യലായി 4 വർഷം. മെയിൻറ്റെയിനിങ് റേസോഴ്സ് സ്പെഷ്യലാണ് 4 വർഷം. ഹൗസ് പ്രോപ്പർട്ടി ലോസ് 8 വർഷം. PGBP ലോസ് പൊതുവേ ഉള്ളത് 8 വർഷം. യെസ്, ഇത്രയുള്ളൂ സംഗതി. ഇതാണ് ദ കംപ്ലീറ്റ് സ്റ്റഡി ഫോർ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഓക്കെ. യെസ്. വായിച്ചു നോക്കാം. വെൻ ദി ഇൻകം ഓഫ് എ ഇയർ ഇസ് ഇൻസഫിഷ്യന്റ് ടു സെറ്റ് ഓഫ് ദ ലോസസ് ഓഫ് ദി ഇയർ. ഒരു കൊല്ലത്തെ ഇൻകം ആ കൊല്ലത്തെ ലോസ് സെറ്റ് ഓഫ് ഇല്ലെങ്കിൽ then such loss which could not be set off shall be carried forward to the subsequent years and set off against income from such subsequent years. വരുന്ന കൊല്ലങ്ങളിലേക്ക് കൊണ്ടുപോകാം. There are a lot of rules regarding such carry forward of losses. Some losses do not have this benefit. For example, income from other sources other than activity or maintaining resources. അതായത് ചില ലോസുകൾ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇതൊന്നും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? നോ ക്യാരി ഫോർവേഡ് അലൗഡ്. ഓക്കെ. When losses are carried forward, set off is only against the same head of income except for ഇവിടെ വേറെ ഏതായിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ പൊതുവെ എപ്പോഴും സെയിം ഹെഡ് ഓഫ് ഇൻകം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ അത് തന്നെ, അതോടെ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസ് തീർന്നു. ഇതിന് കുറച്ചൊരു തിയറി ഏരിയ ഉണ്ട്, ജസ്റ്റ് ഒരു ബേസിക് തിയറി ഏരിയ ഉണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, കാരണം ഒരു എക്സാമിനേഷൻ ഒരു ഫാസ്റ്റ് ട്രാക്ക് പോയിന്റ് ഓഫ് വ്യൂ ഇത് അറിഞ്ഞിരിക്കണം എന്നില്ല. ഓക്കെ. സോ സിൻസ് ദിസ് ഇസ് ജസ്റ്റ് നോ നോൺസെൻസ് ക്വിക്ക് സ്റ്റഡി, ആ ക്വിക്ക് സ്റ്റഡി നമുക്ക് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത്രയും കൊണ്ട് തന്നെ ഈസിയായി ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ്. ഈ ടേബിള്, ക്യാരി ഫോർവേഡിന്റെ ടേബിള്. പിന്നെ ഇത് പറഞ്ഞില്ലല്ലോ, ലോസ് റിട്ടേൺ എന്താണെന്നുള്ളത്. നമുക്കൊരു കൊല്ലത്തെ ലോസ് അടുത്ത കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ, തെളിവ് വേണ്ടേ? ഞാൻ പെട്ടെന്ന് ഈ കൊല്ലം എന്ന് പറയാം, എനിക്ക് കഴിഞ്ഞ കൊല്ലത്തിന് ക്യാരി ഫോർവേഡ് ലോസ് ഉണ്ട് 50 ലക്ഷം, സെറ്റ് ഓഫ് ചെയ്യണമെന്ന് പറയാം. ഇൻകം ടാക്സ് എന്താ തെളിവ്? ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ലോസ് കാണിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഓക്കെ, കഴിഞ്ഞ കൊല്ലത്തെ റിട്ടേൺ ഫയൽ ചെയ്തല്ലേ. അപ്പോൾ പൊതുവെ എപ്പോഴും റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. റിട്ടേൺ എപ്പോഴും ഫയൽ ചെയ്യണം. 2 കേസിന് മാത്രം റിട്ടേൺ ഫയൽ ചെയ്തെങ്കിലും ലോസ് സെറ്റ് ഓഫ് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. ഏതാ? ഹൗസ് പ്രോപ്പർട്ടിക്കും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും. 2 കേസസ് ലോസ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും നമുക്ക് നഷ്ടം കഴിഞ്ഞുള്ള നഷ്ടം ഇക്കൊല്ലം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അല്ലേ? ഇത്രയുള്ളൂ സംഗതി. ദാറ്റ്സ് ഓൾ. യെസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് ഇറ്റ് ഓൾ you have any doubts, please do message, comment, share, comment your thoughts, doubts എന്താ വെച്ചാൽ മെസ്സേജ് ഇടുക, കമന്റ് ചെയ്യുക. I'll try my best to clear it off. Okay. And also നിങ്ങൾക്ക് നമ്മുടെ ലെസൺസ് ഇഷ്ടമായെങ്കിൽ please do let your friends know, share this video with your friends, bring in some traffic, help my channel grow and everything. Okay. So അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. Until I see you next time, this is Nishant Raghunath signing off and wishing you the very best for your exams. Tata, goodbye, take care and much love.